പൊളിറ്റിക്സിലെ എല്ലാ ചാപ്റ്ററിലെയും കുറച്ച് ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞുതരും. കാരണം കുറഞ്ഞ ദിവസങ്ങളുള്ളൂ നമുക്ക് മോഡൽ എക്സാം ആവട്ടെ, പബ്ലിക് എക്സാം ആവട്ടെ. മോഡൽ എക്സാം നാളെ സ്റ്റാർട്ട് ചെയ്യുക, പബ്ലിക് എക്സാം എല്ലാത്തിനും കൂടി നമുക്ക് പഠിക്കാൻ പറ്റിയ ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക്സ്. സാർ ഇത് മാത്രം പഠിച്ചു പോലെ A+ കിട്ടോ? ഫുൾ മാർക്ക് കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ A+ കിട്ടാൻ ഇത് സഹായിക്കുമെന്ന് തന്നെ പറയാം. ബട്ട് നിങ്ങളുടെ +1 മാർക്കും കൂടി നോക്കട്ടെ, കാരണം അതും കൂടി കൂട്ടിയിട്ടല്ലേ ഇത് ഉണ്ടാവുള്ളൂ. അതിൽ നിങ്ങൾക്ക് ടോപ്പ് മാർക്ക് +1 ഉണ്ടെങ്കിൽ ഇതിലെന്തായാലും മാർക്ക് കിട്ടും. മാത്രമല്ല, ഇനി അതിൽ മാർക്ക് കുറഞ്ഞു പോയവർക്കും ഇതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഈ ടോപ്പിക്കുകൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഓരോ ചാപ്റ്ററിലെയും ഈ ഓരോ പറയുന്ന ടോപ്പിക്കുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ തന്നെ ടിക്ക് ചെയ്തു പോവേണ്ട. നോക്കാം. ഫസ്റ്റ് ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കിലേക്ക് നമ്മൾ പോവാണ്. ഒന്നാമത്തത് നാഷൻ ബിൽഡിംഗ് പ്രോസസ്, ചലഞ്ചസ് ഓഫ് നാഷൻ ബിൽഡിംഗ് പ്രോസസ്സുകളും പിന്നെ 2 നാഷൻ തിയറി. ഈ 2 ടോപ്പിക്കുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യുക, ഉറപ്പുവരുത്താം. രണ്ടാമത്തെ ചാപ്റ്ററിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇറാഫ് വൺ പാർട്ടി ഡൊമിനൻസിൽ അതിൽ നോക്കേണ്ട ടോപ്പിക്കുകൾ. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് കോൺട്രിബ്യൂട്ടഡ് ടു ദി ഡൊമിനൻസ് ഓഫ് കോൺഗ്രസ് പാർട്ടി? കോൺഗ്രസ് പാർട്ടിയെ ആ ഡൊമിനേഷനിലേക്ക് നയിച്ച ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നും പിന്നെ സോഷ്യൽ ആൻഡ് ഐഡിയോളജിക്കൽ കോലീഷൻ, ഒപ്പോസിഷൻ പാർട്ടി. ഈ കാര്യങ്ങൾ എന്ത് ചെയ്യണം മക്കള് നോക്കി വെക്കേണ്ട കാര്യമാണ്. ഓക്കെ, ഇനി അടുത്തതിലേക്ക് മൂന്നാമത്തെ ചാപ്റ്ററിലോട്ട് പോയി കഴിഞ്ഞാൽ ചാപ്റ്ററിന്റെ പേര് പൊളിറ്റിക്സ് ഓഫ് പ്ലാൻഡ് ഡെവലപ്മെന്റ്. അതിൽ നിങ്ങൾ മിൽക്ക് മാൻ ഓഫ് ഇന്ത്യയെ പറ്റിയിട്ട് ദ ഗ്രീൻ റവല്യൂഷൻ, ഫസ്റ്റ് 5 ഇയർ പ്ലാൻസ്, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഡിഫറൻസുകൾ, ഇതാണ് നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. മക്കളെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ സാറേ ഇതിന്റെ കുറച്ച് കാര്യങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തരോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പഠിക്കാനൊന്നും പറ്റുന്നില്ല, ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോസ് തരോ, കാരണം ഈ പബ്ലിക് എക്സാം ഒക്കെ അടുത്തല്ലേ, ഇങ്ങനെയുള്ള ലൈവ് തരോ, മോഡൽ എക്സാം കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുണ്ടല്ലോ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ 3 അക്കൗണ്ട് ഫോളോ ചെയ്ത് വെക്കണം. ഒന്നാമത്തെ നമ്മുടെ അക്കൗണ്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എജുപോർട്ട് ഹ്യൂമാനിറ്റീസ്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോസും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയാണ് എജുപോർട്ട് ഹ്യൂമാനിറ്റീസ്. ഇതൊന്ന് ഫോളോ ചെയ്തു. അതായത് പൊളിറ്റിക്സിന്റെ എല്ലാ വീഡിയോസും ഇതിൽ വരും. രണ്ടാമത്തെ, നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജുകളോ കാര്യങ്ങളോ അയക്കുന്നുണ്ടെങ്കിൽ, അതായത് സാറേ ഇങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ, ഇതിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് റിപ്ലൈ തരാൻ കഴിഞ്ഞോളുന്നില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് എൻ്റെ പേഴ്സണൽ അക്കൗണ്ട് തന്നെയാണ്, ഇതെന്റെ സ്വന്തം ഇൻസ്റ്റാ അക്കൗണ്ട് തന്നെയാണ് SB_Sahadi എന്നുള്ളത്. ഓക്കെ, അപ്പൊ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ നിങ്ങൾ ഇത് ഫോളോ ചെയ്ത് വെച്ചിട്ട് ഇതിലാണ് ചോദിക്കേണ്ടത് മെസ്സേജ് ഒക്കെ. അപ്പൊ ഇതിലായിരിക്കും ഞാൻ പരമാവധി റിപ്ലൈ ചെയ്യുന്നുണ്ടാവുക. ഇനി വീണ്ടും വീഡിയോസുകൾ, മോട്ടിവേഷനുകൾ, കാര്യങ്ങളൊക്കെ പഠിക്കാൻ എനർജി ഇല്ലാതെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ മറ്റൊരു അക്കൗണ്ടാണ് ഈ ഒരു അക്കൗണ്ട്. ഈ 3 അക്കൗണ്ട് മക്കൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം വീഡിയോസിന് വേണ്ടി. ഇത് ഇനി തളർന്ന് നിൽക്കുമ്പോൾ മോട്ടിവേഷനും മറ്റുള്ള ഷോർട്ട് നോട്ടുകളും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി ഇത്. ഇനി മെസ്സേജിലൂടെ നിങ്ങൾക്ക് എന്നോട് ഒരു എന്താ പറയുന്നത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കോളം അടിച്ച SB_Sahadi. ഈ 3 അക്കൗണ്ടുകൾ ഇപ്പൊ തന്നെ ഫോളോ ചെയ്യിച്ചു എന്നിട്ട് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. നോക്കാം നമുക്ക്. ഇന്ത്യസ് എക്സ്റ്റേണൽ റിലേഷൻ എന്നുള്ള ചാപ്റ്ററിൽ നിങ്ങൾ നോക്കണേ, നെഹ്റു ഫോറിൻ പോളിസി നോക്കണം, ഇൻഡോ ചൈന വാർ, ഇന്ത്യ ബംഗ്ലാദേശ് വാർ, മെയിൻ ഫീച്ചേഴ്സ് ഓഫ് NAM. ഈ കാര്യങ്ങളാണ് ഇതിൽ നോക്കിയേക്കുന്നത്. ഈ അടുത്ത ചാപ്റ്ററിലോട്ട് പോയി കഴിഞ്ഞാൽ ചലഞ്ചസ് ഓഫ് റീസ്റ്റോറേഷൻ ഓഫ് കോൺഗ്രസ് പാർട്ടിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, കോൺഗ്രസ് സിസ്റ്റത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, സ്പ്ലിറ്റ് ഓഫ് കോൺഗ്രസ് ഇൻ 1969 കോൺഗ്രസ് എന്താ ചെയ്തിട്ടുണ്ട്, സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. അതിന്റെ കുറച്ച് കാര്യങ്ങളാണ് അതിൽ നോക്കിയേക്കുന്നത്. ഇനി ദ ക്രൈസിസ് ഓഫ് ഡെമോക്രാറ്റിക് ഓർഡറിൽ നോക്കിക്കഴിഞ്ഞാൽ ജനതാ പാർട്ടി, നാഷണൽ എമർജൻസി ഓഫ് 1975. ഈ കാര്യങ്ങൾ എന്ത് ചെയ്യണം മക്കൾ നോക്കി വെക്കണം. അടുത്തയിലേക്ക് 7ാമത്തെ ചാപ്റ്ററിലേക്ക് കഴിഞ്ഞാൽ റൈസ് ഓഫ് പോപ്പുലർ മൂവ്മെന്റിന്റെ കാര്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മക്കളെ ചിപ്കോ പ്രസ്ഥാനത്തിന്റെ നോക്കണം, ചാരായ വിരുദ്ധം, ആന്റി അറാക്ക് മൂവ്മെന്റ്, ദളിത് പാന്തേഴ്സ്, നർമ്മദ ബച്ചാവോ ആന്തോളൻ. ഈ 2 കാര്യങ്ങൾ പിന്നെ ചോദിക്കാറില്ല ഇപ്പൊ ഈ 2 കാര്യം. എന്നാലും ജസ്റ്റ് വായിച്ചു നോക്കാം. ഭാരതീയ കിസാൻ യൂണിയനും ഭാരതീയ ഫിഷ് വർക്കേഴ്സ് ഫോർ ആണ് ചോദിക്കാത്തത്, ഭാരതീയ കിസാൻ ചോദിക്കും. പക്ഷെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അധികം എന്ത് ചെയ്യാറില്ല, ചോദിക്കാറില്ല. ഓക്കെ ആണല്ലോ. ഇനി 8ാമത്തെ റീജിയണൽ ആസ്പിറേഷൻ. ഇതിൽ നിന്നാണ് നിങ്ങൾക്ക് essay ക്വസ്റ്റ്യൻ ഒക്കെ വരാൻ ചാൻസ് വളരെ കൂടുതൽ. അല്ലെങ്കിൽ ഷോർട്ട് essay, 1 വേർഡുകളൊന്നും അധികം വരില്ല ഈ ചാപ്റ്ററിന് ഷോർട്ട് essay, അങ്ങനെ വലിയ മാർക്കിന്റെ മാത്രം. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് കാശ്മീരിന്റെ ഇഷ്യൂ. കാശ്മീരിന് 2 ടൈപ്പ് ഇഷ്യൂ ഉണ്ടല്ലോ, അതായത് പുറമേ നിന്നുള്ള ഇഷ്യൂ, ഉള്ളിലുള്ളതും, ആന്തരികവും പിന്നെ അതുപോലെ തന്നെ ഈ സംഭവം ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ, അതായത് ആഭ്യന്തരവും ബാഹ്യവുമായിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ പഞ്ചാബ് കരാർ അതൊരു 1 വേർഡ് വന്നിട്ടുണ്ട്. പഞ്ചാബ് കരാർ ആരൊക്കെ തമ്മിലാണെന്നുള്ളത്, ഹർചന്ദ് സിംഗ് ലോങ്കവാളും രാജീവ് ഗാന്ധി തമ്മിൽ ഒപ്പിട്ടതാണ് പഞ്ചാബ് കരാർ എന്ന് പറയുന്നത്. പിന്നെ ഇതൊരു 8 മാർക്കിന്റെ essay ക്വസ്റ്റ്യൻ ആണ്. 8 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏത്? ദ ഇഷ്യൂ ഡോമിനേറ്റഡ് നോർത്ത് ഈസ്റ്റ് പൊളിറ്റിക്സ്, അതായത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. 8 മാർക്കിനാണ്. മണിപ്പൂർ, മിസോറാം, നാഗാലാൻഡ് അവിടെ നിന്നൊക്കെ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, സ്വയം ഭരണാവകാശത്തിന് വേണ്ടി വിഘടനവാദ പ്രസ്ഥാനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ നോക്കിക്കണം.
പിന്നെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ കഴിഞ്ഞ വർഷമല്ല അതിന്റെ മുമ്പത്തെ വർഷം 2023 ഇതൊരു 4 മാർക്കിൽ ചോദിച്ചിട്ടുണ്ട്. പിന്നെ പഞ്ചാബ് കരാറിൽ പറഞ്ഞ പ്രധാനപ്പെട്ട 5 ഡിമാൻഡുകളില്ലേ, ആ ഡിമാൻഡുകൾ നോക്കിയാൽ ഈ ചാപ്റ്റർ ഇമ്പോർട്ടന്റ് ആയി. ഇതിൽ നിന്നാണ് ഷോർട്ട് എസ്സേയും എസ്സേയും വരുന്നത്. എസ്സേ ആണെങ്കിൽ ഈ നോർത്ത് ഈസ്റ്റിന്റെ സംഭവമാണ്, മറ്റേ പഞ്ചാബിന്റെ കാര്യങ്ങൾ ഇതൊക്കെ ഷോർട്ട് എസ്സേ ആയിരിക്കും. ഇനി മറ്റൊരു എസ്സേ ചാപ്റ്റർ ആണ് ഇതെന്ന് പറയുന്നത്. ഒന്ന്, മെയിൻ ഇഷ്യൂ ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ് ഇൻ ദ പീരീഡ് ആഫ്റ്റർ 1989 ശേഷം ഇവിടെ നടന്ന കോൺഗ്രസ് പാർട്ടിയുടെ പരാജയം, പിന്നെ കൊലീഷൻ ഗവൺമെന്റ്, പിന്നെ പുതിയ ന്യൂ എക്കണോമിക് പോളിസി, ബാബരി മസ്ജിദിൻ്റെത്, രാജീവ് ഗാന്ധിന്റെ അസാസിനേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ഈ 4 കാര്യങ്ങളിൽ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയും കൂടി യോജിപ്പാണ്. അത് ഏത് 4 കാര്യങ്ങൾ എന്നുള്ളത് കഴിഞ്ഞ വർഷമല്ല അതിന്റെ മുമ്പത്തെ വർഷം ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്, അത് നോക്കി വെക്കണം. ഇനി കോൾഡ് വാർ ഇറ, അതായത് ശീതയുദ്ധ കാലഘട്ടം, ഇതിൽ നോക്കേണ്ടത് ക്യൂബൻ മിസൈൽ ക്രൈസിസ്, മിലിറ്ററി അലയൻസ് നോക്കി വെക്കണം. ഇനി അടുത്ത ദ എൻഡ് ഓഫ് ബയോപോളൈറ്റിൽ നോക്കിയാൽ ഫീച്ചേഴ്സ് ഓഫ് സോവിയറ്റ് എക്കോണമി. മക്കളെ, ഡിസ്ഇന്റഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ഇത് മറക്കരുത്. പിന്നെ ഷോക്ക് തെറാപ്പി, പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഷോക്ക് തെറാപ്പിയെ പറ്റിയിട്ട്. ഇനി അതിലേക്ക് വരുമ്പോൾ അടുത്തതാണ് നമ്മൾ പറയുന്ന ഈ കാര്യങ്ങൾ, കൺസ്ട്രെയിൻസ് ഓഫ് അമേരിക്കൻ ഹെജിമണി, പിന്നെ 3 ഡയമെൻഷൻസ് ഓഫ് US ഹെജിമണി. ഈ കാര്യങ്ങൾ എന്ത് ചെയ്യണം നോക്കിക്കണം. അപ്പൊ ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള കാര്യങ്ങളാണ്. പിന്നെ ഈ കോളം എന്ത് ചെയ്യുക, ബിഗിനിങ് ഓഫ് ന്യൂ വേൾഡ് ഓർഡറിന്റെ ഇത് നോക്കി വെക്കാം. ഓക്കെ, ഇനി അടുത്തത് ആൾട്ടർനേറ്റീവ് സെന്റേഴ്സ് ഓഫ് പവറിലേക്ക് പോയി കഴിഞ്ഞാൽ 3 പില്ലേഴ്സ് ഓഫ് ASEAN. ഈ കാര്യങ്ങൾ എപ്പോഴും ചോദിക്കാണ്ട്. എക്സ്പ്ലെയിൻസ് ഇറ്റ് എക്കണോമിക് ആൻഡ് മിലിറ്ററി ഇൻഫ്ലുവൻസ് ഓഫ്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറയുന്നത് ദ റൈസ് ഓഫ് ചൈനീസ് എക്കോണമി. ഇനി കണ്ടംപററി സൗത്ത് ഏഷ്യയിലേക്ക് വരിക കഴിഞ്ഞാൽ പാകിസ്ഥാൻസ് ഫെയിലിയർ ഇൻ ബിൽഡിംഗ് എ സ്റ്റേബിൾ ഡെമോക്രസി, ഡിസ്കസ് ദി കോൺഫ്ലിക്റ്റ് ഓഫ് ദി ഇന്ത്യ വിത്ത് ശ്രീലങ്ക. കോൺഫ്ലിക്റ്റുകൾ ഇത് എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കണം. ഇനി ഇന്റർനാഷണൽ ഓർഗനൈസേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ വിച്ച് വാസ് ബേസ്ഡ് ഓൺ 3 മെയിൻ കംപ്ലൈന്റ്സ് ഫോർ ദി റിഫോം ഓഫ് സെക്യൂരിറ്റി കൗൺസിൽ, അതൊന്ന് നോക്കിക്കണം. പിന്നെ അതുപോലെ തന്നെ ആർഗ്യുമെന്റ്സ്, എന്തിന്റെ ആർഗ്യുമെന്റ്സ്, ഇന്ത്യ ഫോർ ദി പെർമനന്റ് മെമ്പർ ഇൻ ദി UN സെക്യൂരിറ്റി കൗൺസിൽ. പിന്നെ വാട്ട് ആർ ദി ഓർഗൻസ് ഓഫ് UN. ഈ കാര്യങ്ങൾ നോക്കി വെക്കണം. ഇനി അടുത്ത സെക്യൂരിറ്റി, കണ്ടംപററി വേൾഡിലെ സെക്യൂരിറ്റിയെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്, അതായത് സുരക്ഷയെ പറ്റിയിട്ട്. അതിൽ കമ്പോണൻസ് ഓഫ് ഇന്ത്യ സെക്യൂരിറ്റി സ്ട്രാറ്റജി, ഇന്ത്യ അഡോപ്റ്റ് ചെയ്ത സെക്യൂരിറ്റി സ്ട്രാറ്റജികൾ എന്തൊക്കെയാണെന്നും, സെക്യൂരിറ്റി ത്രെറ്റ്സ് ഫേസ്ഡ് ബൈ ദി കണ്ടംപററി വേൾഡ്, നമ്മുടെ ഇന്നത്തെ ലോകം അല്ലെങ്കിൽ കണ്ടംപററി വേൾഡ്, സമകാലിക ലോകം അഭിമുഖീകരിക്കുന്ന സുരക്ഷാ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കണം. ഇനി അത് നേരെ എൻവയോൺമെന്റിലേക്ക് പോയി കഴിഞ്ഞാൽ നോക്കണേ. ഒന്ന്, പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ ഇന്ത്യയുടെ നിലപാട് എന്തൊക്കെയാണ്, ഇന്ത്യയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഇന്ത്യ കൈക്കൊണ്ട നിലപാടുകൾ എന്തൊക്കെയാണെന്ന്. പിന്നെ അതുപോലെ തന്നെ കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണെന്ന്, ക്യോട്ടോ പ്രോട്ടോകോൾ എന്താണെന്ന് നോക്കി വെക്കണം കേട്ടോ. ഇനി ഗ്ലോബലൈസേഷനിൽ ഈ 3 കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഒന്ന്, ആഗോളവൽക്കരണത്തിന് എക്കണോമിക് കോൺസിക്വൻസ് ചോദിക്കാം, കൾച്ചറൽ കോൺസിക്വൻസ്, സാംസ്കാരിക പ്രത്യാഘാതങ്ങൾ ചോദിക്കാം, പൊളിറ്റിക്കൽ കോൺസിക്വൻസ്. ഈ 3 ഒരുമിച്ച് ചോദിക്കില്ല, പക്ഷെ 2 ഒരുമിച്ച് ചോദിക്കും. പക്ഷെ ഈ 3 പഠിച്ചു വെച്ചോളൂ, നിർബന്ധമായിട്ടും ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അപ്പൊ മക്കളെ മറക്കണ്ട, നമ്മുടെ ഏതൊക്കെ ചാനലുകളാണ് ഫോളോ ചെയ്യേണ്ടതെന്ന് അറിയാലോ. ഒന്ന്, എജുപോഡ് ഹ്യൂമാനിറ്റീസ്, ആ ചാനൽ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യാൻ മറക്കരുത്. എജുപോഡ് ഹ്യൂമാനിറ്റീസ് 3 ചാനലുകളാണ് മക്കൾ ഇൻസ്റ്റയിൽ എന്ത് ചെയ്യേണ്ടത്, ഫോളോ ചെയ്ത് വെക്കേണ്ടത്. എജുപോഡ് ഹ്യൂമാനിറ്റീസ്, ഇത് നമ്മുടെ എന്തിനു വേണ്ടി മാത്രമല്ല പബ്ലിക് മോഡൽ എക്സാമിന് വേണ്ടി മാത്രമാണ്. മോഡൽ എക്സാം അല്ലല്ലോ നമ്മുടെ മെയിൻ, നമ്മുടെ പബ്ലിക് എക്സാം മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറയുന്ന നിങ്ങൾക്ക് മെസ്സേജുകളും കാര്യങ്ങളൊക്കെ അയക്കാൻ SP_Sahad, ഇത് എൻ്റെ അക്കൗണ്ട് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൂപ്പർ മാഷിൻ്റെ അക്കൗണ്ട് ഫോളോ ചെയ്യുമ്പോൾ 3 ഉള്ള കാര്യം മറക്കരുത്, സൂപ്പർ മാഷ് എന്നാണ്. അപ്പൊ മെസ്സേജ് അയക്കാൻ നിങ്ങൾക്ക് ഇതാണ്, ബാക്കി 2 വീഡിയോസും കാര്യങ്ങൾക്ക് വേണ്ടിയാ. 3 അക്കൗണ്ട് ഇപ്പൊ തന്നെ ഫോളോ ചെയ്ത് വെക്കാം. ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് ₹1 ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ല. പക്ഷെ നിങ്ങൾക്ക് എക്സാമിന് വളരെ വിലപ്പെട്ട ഒരു 3 അക്കൗണ്ടുകൾ തന്നെയാണ് ഇത്. അപ്പൊ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ +2 പൊളിറ്റിക്സിൽ പഠിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകൾ. അപ്പൊ മറക്കരുത്, നമുക്ക് പൊളിറ്റിക്സ് അടിപൊളിയാക്കണം മക്കളെ. നിങ്ങൾ യാതൊരുവിധ മടി വിചാരിക്കേണ്ട, എജുപോർട്ടിനെ വിശ്വസിച്ചോളും, ഞങ്ങളെ വിശ്വസിച്ചോളും, ഞങ്ങൾ കൂടെ തന്നെ ഉണ്ടാവും. സെറ്റാവും, നിങ്ങൾ പഠിക്കാൻ തയ്യാറായാൽ മാത്രം മതി. അപ്പൊ എങ്ങനെ മോഡൽ എക്സാമും പബ്ലിക് എക്സാമും നമ്മൾ തൂക്കിയെടുത്തറിയും. താങ്ക്